ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങൾ. ബ്രഹ്മക്കുളം സെന്റ് തോമസ് പള്ളിയിൽ തിരുനാളാഘോഷങ്ങൾ നടക്കുന്നു. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഞങ്ങളുടെ പ്രതിനിധി ബിജു ഇപ്പോൾ ലൈനിലുണ്ട്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രഹ്മക്കുളം സെന്റ് തോമസ് പള്ളി അങ്കണത്തിലാണ്. ഇവിടെ പള്ളി കൂടുതൽ മനോഹരമായി ദീപാലങ്കൃതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എനിക്കിവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ 16ഓളം സമുദായങ്ങളുടെ 16 ഭംഗിയുള്ള തേരുകളാണ് പള്ളി അങ്കണത്തിലേക്ക് വന്നുയർന്നുകൊണ്ടിരിക്കുന്നത്. 1 ലക്ഷം രൂപ ചെലവ് വരുന്ന KCYMന്റെ ഏറ്റവും മനോഹരമായ പന്തലാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. നികേഷ്, കഴിഞ്ഞ തിരുനാളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ തിരുനാളിന് ഏതെങ്കിലും കൂട്ടിച്ചേർക്കലുകളുണ്ടോ, വലിയ പ്രത്യേകതകളുണ്ടോ, അതോ പഴയ രീതി തന്നെയാണോ പിന്തുടരുന്നത്? ബിജു, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ വർഷത്തേക്കാൾ നിന്നും വ്യത്യസ്തമായി ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. ഈസ്റ്റർ മുതൽ തിരുനാൾ വരെയുള്ള എല്ലാ ദിവസങ്ങളിലും കലാപരിപാടികളും മറ്റു പരിപാടികളും ഉണ്ടായിരുന്നു. ഇത് വളരെയധികം കമ്മിറ്റി അംഗങ്ങൾ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും തീർച്ചയായും കൂടുതൽ ആളുകൾ, കൂടുതൽ ഭക്തജനങ്ങൾ ഈ തിരുനാളിന് കടന്നു വന്നിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. നികേഷ്, തിക്കും തിരക്കും ഉണ്ടായിരുന്നു. കൂടുതൽ ഭക്തജനങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചും ഇത്തരം പരിപാടികളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. തിക്കും തിരക്കും ഉണ്ടായിരുന്നു. ബിജു, നികേഷ്, തീർച്ചയായും ഇവിടെ തിക്കും തിരക്കും ഒന്നും തന്നെ അനുഭവപ്പെട്ടിട്ടില്ല. തിക്കും തിരക്കും ഉള്ളത് അനൗൺസ്മെന്റ് ചെയ്യുന്ന ചേട്ടന് മാത്രമായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ എല്ലാവരും നല്ല സ്പിരിറ്റിലായിരുന്നു. ചെറിയ ഒരു തീപ്പൊരി വീണാൽ അത് ഒരുപക്ഷെ വലിയ തീപിടുത്തത്തിന് ഇടയാക്കുമായിരുന്നു. നികേഷ്, തിരുനാളിനെ കുറിച്ച് ഭക്തജനങ്ങളുടെ പ്രതികരണങ്ങൾ വല്ലതും ലഭ്യമായിട്ടുണ്ടോ? അവരെന്ത് പറയുന്നു ഈ തിരുനാളിനെ കുറിച്ച്? ശരി നികേഷ്, ഇപ്പോൾ ഒരു ഭക്തൻ പറഞ്ഞത് ഈ തിരുനാൾ നടത്തുന്നത് കമ്മിറ്റി അംഗങ്ങൾ മഹത്വപ്പെടാൻ വേണ്ടിയാണോ അതോ വിശുദ്ധന്മാർ മഹത്വപ്പെടാൻ വേണ്ടിയാണോ എന്ന് തനിക്കറിയില്ല എന്നാണ്. എല്ലാവർക്കും തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ന്യൂസ് നൈറ്റ് ഇവിടെ സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. നമസ്കാരം.